ഈ വാർത്ത ഒന്ന് നോക്കൂ. അതിദയനീയം. ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നതാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു കോളേജിലെത്തിയ പ്രൊഫസറിന് നേരിടേണ്ടി വന്ന ദുർഗതിയാണത്. അദ്ദേഹം ദളിതനായതുകൊണ്ട് കസേര കൊടുക്കാതെ തറയിലിരുത്തി. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ. ഇത് നിങ്ങളാരും കാണാതെ പോകരുത്. ഇതേ അവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ആദ്യമായി ഒരു തീയൻ സായിപ്പിൻ്റെ സർക്കാർ ജോലിയുമായി തലശ്ശേരിയിലെത്തിയപ്പോൾ അവിടുത്തെ ശൂദ്രർ അയാളോട് ഇതേ രീതിയിൽ തന്നെ പെരുമാറി. അയാൾക്ക് ഇരിക്കാൻ കൊടുത്തത് തറയിലൊരു പായ്. ആ പായിൽ കിടന്ന് അയാൾ പ്രതിഷേധിച്ചു. അത് കേരളത്തിലെ ചരിത്രം. പക്ഷെ അങ്ങ് ആന്ധ്രയിലൊന്നും ഇത് നടക്കില്ല. അനീതിക്കെതിരെ സംഘടിക്കണം. പക്ഷേ ഇന്ന് എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം മറന്ന് കയ്യിൽ തൂവലും കെട്ടി സംഖ്യകൾക്ക് പിന്നാലെ വാലാട്ടി നടക്കുകയാണ്. അവർ ഉദ്ദേശിക്കുന്ന കാര്യം നേടിക്കഴിഞ്ഞാൽ ഇന്ന് ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങളോട് സംഘപരിവാർ എന്തൊക്കെ കാണിക്കുന്നു അതൊക്കെ നമ്മുടെ കേരളത്തിലും തീർച്ചയായും വരും. അതിൽ നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. ഇത്തരം ദുരവസ്ഥകൾ വരാതിരിക്കാൻ സ്വന്തം ബുദ്ധിയെ മറ്റുള്ളവരുടെ കാൽ കീഴിൽ അടിയറവ് വയ്ക്കാതിരിക്കുക.